വൈകുന്നേരം ചായ കുടിയൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ വന്നപ്പോഴാണ് ഉച്ചയ്ക്കുള്ള മീൻ കറി കുറച്ച് ബാക്കിയുള്ളതായി കണ്ടത്. പിന്നെ അതാ ഒന്നും നോക്കിയില്ല. വൈകിട്ടത്തേക്ക് ചപ്പാത്തിയും മീൻ കറി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായ കുടിച്ച പാത്രങ്ങളെല്ലാം കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഏട്ടനെ വിളിച്ച് പറഞ്ഞു ചപ്പാത്തി വാങ്ങിക്കൊണ്ട് വരാം. പിന്നെ ആ സമയം കൊണ്ട് ഞാനൊന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് പിന്നെ ഫുഡ് കഴിച്ചാൽ പിന്നെ അധികം ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ, റെസ്റ്റ് എടുക്കുക. അങ്ങനെ അവിടെ കിച്ചൺ സ്ലാബെല്ലാം തുടച്ച് നല്ല വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി നിന്നപ്പോഴാണായിട്ട് റെഡിമെയ്ഡ് ചപ്പാത്തി എന്നും പറഞ്ഞ് കൊണ്ടുവന്നത്. ഇനി നമുക്കത് ചുട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, നേരെ കഴിച്ചാൽ മതി. അപ്പോൾ ചപ്പാത്തിയും മീൻകറിയാണെങ്കിൽ നമുക്ക് എന്തായാലും മസ്റ്റായിട്ടൊരു നല്ല മധുരമുള്ളൊരു കട്ടൻ ചായയും കൂടെ ആയാലേ അതൊരു അടിപൊളി ആവത്തുള്ളൂ. അങ്ങനെ ഞാൻ കട്ടൻ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് പാകത്തിന് തേയിലയൊക്കെ ഇട്ട് അത് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചായയും കോഫിയൊക്കെക്കാളും ടേസ്റ്റ് കട്ടൻ ചായയാണെങ്കിൽ നമ്മുടെ ചപ്പാത്തിക്കും മീൻ കറിക്കും. അങ്ങനെ പാകത്തിന് തേയിലയൊക്കെ ഇട്ട് നമ്മുടെ കട്ടൻ റെഡിയായി. അങ്ങനെ ഞാൻ 2 ഗ്ലാസ്സിലേക്ക് കട്ടൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മക്കൾ കട്ടൻ കുടിക്കാറില്ല. അങ്ങനെ ഞങ്ങൾ 2 ഗ്ലാസ് കട്ടനും പിന്നെ നല്ല തേങ്ങ അരച്ച മീൻ കറിയായിരുന്നു, അതും ആവശ്യത്തിന് എടുത്ത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന റെഡിമെയ്ഡ് ചപ്പാത്തി എടുത്തതാ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഇനി ഞങ്ങൾ ഇന്നത്തെ അത്താഴം കഴിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കേ.